സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓൺലൈൻ ക്ലാസ്സുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഇംഗ്ലീഷാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ എല്ലാം ഓൺലൈനിലാണ് പഠിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ, സ്കൂളുകളെല്ലാം ഓൺലൈനിലാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഇംഗ്ലീഷാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് കുട്ടികളോട് എങ്ങനെ സംസാരിക്കാം, അധ്യാപകരോട് എങ്ങനെ സംശയം ചോദിക്കാം, മുതലായ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം. അതായത് മോനെ എന്നിട്ട് ക്ലാസ് തുടങ്ങാറായിട്ടോ, പെട്ടെന്ന് റെഡി ആയിക്കേ. നമ്മൾ പറയത്തില്ലേ, പ്ലീസ് ഗെറ്റ് റെഡി, യുവർ ക്ലാസ് ഇസ് എബൌട്ട് ടു സ്റ്റാർട്ട്. പ്ലീസ് ഗെറ്റ് റെഡി, യുവർ ക്ലാസ് ഇസ് എബൌട്ട് ടു സ്റ്റാർട്ട്. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. പ്ലീസ് ഗെറ്റ് റെഡി, യുവർ ക്ലാസ് ഇസ് എബൌട്ട് ടു സ്റ്റാർട്ട്. നീ റൂമൊക്കെ വൃത്തിയും മെനയായിട്ടാണോ ഇട്ടിരിക്കുന്നത്? നമ്മളിപ്പോഴേ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമ്മുടെ കാണാൻ വേണ്ടി പറ്റുമല്ലേ, വീഡിയോ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചോദിക്കുന്നത്. ഡിഡ് യു കീപ് യുവർ റൂം ക്ലീൻ ആൻഡ് ടൈഡി? ഡിഡ് യു കീപ് യുവർ റൂം ക്ലീൻ ആൻഡ് ടൈഡി? അപ്പം കുട്ടി നമ്മളോട് പറയണം, അങ്ങനെ ക്ലീൻ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. യെസ് ഐ ഡിഡ്. അപ്പോൾ ഇത് പിള്ളേരുടെ ഒരു ചുമതലയാണല്ലേ, അല്ലെ? പിള്ളേർക്ക് നമ്മൾ ആ ചുമതല കൊടുക്കണം, വൃത്തിയാക്കിയിടാണല്ലോ. ഇനി ഇത് തന്നെ നമുക്ക് വേറെ രീതിയിലും കൂടെ ചോദിക്കാം. ഹാവ് യു കെപ്റ്റ് യുവർ റൂം ക്ലീൻ ആൻഡ് ടൈഡി? അതിൻ്റെ ഉത്തരവായിട്ട് യെസ് ഐ ഹാവ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഒരെണ്ണം സിമ്പിൾ പാസ്റ്റ് ടെൻസിലും മറ്റൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടും നമുക്ക് ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചാണല്ലേ, ഇപ്പോഴേ കണ്ടിട്ടില്ലെങ്കിൽ അതായത് ആ ക്ലാസ്സുകൾ പുറകിൽ പോയി കാണുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. Did you keep your room clean and tidy? Yes, I did. Have you kept your room clean and tidy? Yes, I have. Homework ചെയ്തായിരുന്നോ? Have you finished your homework? Yes, I have. Have you finished your homework? Yes, I have. നമുക്ക് ഒന്നിച്ച് പറയാം. Have you finished your homework? Yes, I have. ടീച്ചർ, ഞങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്റ്റ് ആകുന്നില്ല കേട്ടോ, വർക്ക് ആകുന്നില്ല. എൻ്റെ അച്ഛൻ അത് ശരിയായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോഴത്തെ ടീച്ചർ വിളിച്ചു. കാരണം എന്താണ്, അത് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ വരാത്തതുകൊണ്ട് ടീച്ചർ നമ്മളെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ വരാത്തതെന്നുള്ളത്. മാം, വി ഹാവ് സം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇഷ്യൂസ്. മൈ ഡാഡ് ഈസ് വർക്കിംഗ് ടു ഫിക്സ് ഇറ്റ്. അല്ലെങ്കിൽ ടീച്ചർ എന്ന് വിളിക്കാം. ടീച്ചർ, വി ഹാവ് സം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇഷ്യൂസ്. മൈ ഡാഡ് ഈസ് ട്രൈങ് ടു ഫിക്സ് ഇറ്റ്. ഓക്കെ, നമുക്ക് ഒന്നിച്ച് പറയാം. മാം, വി ഹാവ് സം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇഷ്യൂസ്. മൈ ഡാഡ് ഈസ് ട്രൈങ് ടു ഫിക്സ് ഇറ്റ്. ക്ഷമിക്കണേ, ഇൻ്റർനെറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ക്ലാസ്സിൽ കൂടാൻ വേണ്ടി പറ്റായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതൊരു SMS ആയിട്ട് അയക്കാം, അല്ലെങ്കിൽ വിളിക്കുമ്പോഴും നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. ഐ എം സോറി, ഐ വാസൻറ്റ് ഏബിൾ ടു അറ്റൻഡ് ദ ക്ലാസ്. വി ഹാഡ് സം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇഷ്യൂ. ഐ എം സോറി, ഐ വാസൻറ്റ് ഏബിൾ ടു അറ്റൻഡ് ദ ക്ലാസ്. വി ഹാഡ് സം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇഷ്യൂ. ഇവിടെ നമുക്ക് വി ഹാവ് ഹാഡ് എന്ന് വേണമെങ്കിലും പറയാം. കൂടുതൽ കൃത്യമായിട്ടുള്ള ഇംഗ്ലീഷ് വി ഹാവ് ഹാഡ് ആണ്. പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് വെറും ഹാഡ് മാത്രം ഉപയോഗിച്ചാലും മതി. അതുപോലെ നമുക്കറിയാം വാസൻറ്റ് എന്നുള്ളത് വാസ് നോട്ട് ആണ് അല്ലേ. പക്ഷേ സംസാരിക്കുമ്പോൾ വാസൻറ്റ് എന്നേ പറയാറുള്ളൂ. ഒന്നുകൂടെ പറയാം. ഐ എം സോറി, ഐ വാസൻറ്റ് ഏബിൾ ടു അറ്റൻഡ് ദ ക്ലാസ്. വി ഹാവ് ഹാഡ് സം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇഷ്യൂ. ഇൻ്റർനെറ്റിന് ഒട്ടും സ്പീഡില്ല. My internet is so slow. My internet is so slow. ടീച്ചർ ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞത് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? Am I audible to everyone? Am I audible to everyone? അയ്യോ ടീച്ചറെ, കേൾക്കാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ. മാം, യു ആർ നോട്ട് ഓഡിബിൾ. മാം, യു ആർ നോട്ട് ഓഡിബിൾ. ടീച്ചർ ഇച്ചിരി കൂടി ഉറക്കെ പറയാം, കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. Ma'am, could you please speak a little louder? I'm not able to hear you. Ma'am, could you please speak a little louder? I'm not able to hear you. Teacher ചോദിക്കുകയാണ്, am I audible to everyone? Ma'am, you are not audible. Ma'am, could you please speak a little louder? I'm not able to hear you. നേരെ ഒരു ചൊവ്വായിരുന്നു, ശ്രദ്ധിക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് ഓരോന്ന് പണികൾ ചെയ്യാതിരിക്കുക. Please sit properly and pay attention. Don't do anything in between. Please sit properly and pay attention. Don't do anything in between. നമ്മൾ സാധാരണ പറയുന്ന അല്ലേ, ഇത് കൃത്യമായിട്ടിരുന്ന് ചെയ്യാനൊക്കെ നമുക്ക് മാതാപിതാക്കൾ കാണാൻ പറ്റുമല്ലോ പിള്ളേർ എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഒന്നുകൂടെ നമുക്ക് ഒന്നിച്ച് പറയാം. Please sit properly and pay attention. Don't do anything in between. ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഓരോന്നും ചെയ്യുന്ന അത്ര നല്ല കാര്യമല്ല കേട്ടോ. Don't do something else during your class. It's not so nice. Don't do something else during your class. It's not so nice. Don't do something else during your class. It's not so nice. ടീച്ചർ, ആ അവസാനം പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം, അത്രയെങ്കിലും മനസ്സിലായില്ല, അതുകൊണ്ടായിരുന്നു. മാം, could you please repeat the last point? It wasn't clear to me. Ma'am, could you please repeat the last point? It wasn't clear to me. Ma'am, could you please repeat the last point? It wasn't clear to me. ക്ലാസ് കഴിഞ്ഞ് നമുക്ക് ചോദിക്കത്തില്ലേ, ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് ദ ക്ലാസ്? കൊള്ളായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് ഗുഡ്. ഓ, അങ്ങനെയാണെങ്കിൽ ഇച്ചിരി ജ്യൂസ് കുടിക്കുക.
Awesome. Please have some juice. How was the class? It was good. Awesome. Please have some juice. How was the class? It was good. ഇന്നത്തെ ഹോംവർക്ക് എന്നതാ? What's the homework for today? What's the homework for today? ഓണത്തെ പറ്റി ഒരു പാരഗ്രാഫ് എഴുതണം, അങ്ങനെ പറഞ്ഞു. We have to write a paragraph about Onam festival. We have to write a paragraph about Onam festival. What is the homework for today? We have to write a paragraph about Onam festival. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ് ഏതാണ്? Which class do you like the most? Which class do you like the most? എനിക്ക് ഏറ്റവും ഇഷ്ടം ഡ്രോയിങ് ക്ലാസ് ആണ്. I really like the drawing class. Which class do you like the most? I really like the drawing class. Which class do you like the most? I really like the drawing class. ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായി. എന്തെങ്കിലും സംശയമുണ്ടോ? Did you understand everything? Any doubts? Did you understand everything? Any doubts? Did you understand everything? Any doubts? ശരി, അങ്ങനെയാണെങ്കിൽ ഇച്ചിരി പോയി കളിച്ചോ. പക്ഷെ കിടക്കുന്നതിന് മുമ്പ് ഹോംവർക്കൊക്കെ ചെയ്യണം കേട്ടോ. Okay, now you can play for some time. But please finish your homework before bed. Before going to bed എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത്രയൊന്നും പോകേണ്ട ആവശ്യമില്ല. ബെഡ് എന്ന് പറഞ്ഞാൽ മതി, ഉറങ്ങുക എന്നുള്ളത് തന്നെയാണ് അർത്ഥം. Okay, now you can play for some time. But please finish your homework before bed. Okay, now you can play for some time. But please finish your homework before bed. അമ്മയുടെ ടീച്ചർ ഒന്ന് വിളിക്കാൻ പറഞ്ഞു കേട്ടോ. അമ്മയോട് പറഞ്ഞു ഒന്ന് വിളിക്കണമെന്ന് ടീച്ചറിനെ. My teacher asked you to call her. My teacher asked you to call her. My teacher asked you to call her. ഇനിയിപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഈ ഓൺലൈൻ ക്ലാസ്സിന് മുമ്പ് ടീച്ചർ വിളിച്ച് പറഞ്ഞു ഇനി തൊട്ട് ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഈ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ എന്തൊക്കെ സൗകര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ടീച്ചറിനോട് നമ്മൾ ഇങ്ങനെ ചോദിക്കും. What will my child need for attending this online lessons? What will my child need for attending this online lessons? അപ്പോൾ ടീച്ചർ പറയാണ് അവർക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, ഓഡിയോയും വീഡിയോ ഫീച്ചറൊക്കെ ഉള്ള, ഓഡിയോയും വീഡിയോ ഉള്ള ഒരു മൊബൈൽ ഫോൺ വേണം, അതുപോലെ നല്ല ഇൻ്റർനെറ്റും വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടീച്ചർ പറഞ്ഞത് എന്താണ്? They will need a laptop or mobile phone with audio and video features and a good internet connectivity. They will need a laptop or a mobile phone with audio and video features and a good internet connectivity. What will my child need for attending this online lessons? They will need a laptop or mobile phone with audio and video features and a good internet connectivity. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് നാളെ കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.